സ്പോട്ട് ലൈവ് തുടരുന്നു. പോലീസ് അസോസിയേഷൻ പുനഃക്രമീകരണത്തിൽ സർക്കാർ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് തിരിച്ചടി. അഡ്ഹോക് കമ്മിറ്റിക്ക് മേലുള്ള സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ തുടരും. സ്റ്റേ റദ്ദാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. അഡ്ഹോക് കമ്മിറ്റി അംഗം GR അജിത്തിന്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് GR അജിത്ത് അപ്പീൽ പിൻവലിച്ചു. സിംഗിൾ ബെഞ്ചിൽ എതിർപ്പ് അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമിയും ഈ പോലീസ് അസോസിയേഷനുകളുടെ അതായത് അസോസിയേഷൻ അതോടൊപ്പം ഓഫീസ് അസോസിയേഷൻ രണ്ട് സംഘടനകൾ മാത്രം മതി, അതിന്റെ ഘടനകൾ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നു. ഇതിനെതിരെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ നീക്കത്തിനെതിരെയാണ് അസോസിയേഷന്റെ ചില അംഗങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. അതായത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ്, അതായത് ആഭ്യന്തര വകുപ്പിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അസോസിയേഷൻ അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ എന്തായാലും വലിയ തിരിച്ചടി അഡ്ഹോക് കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്? സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും സംഘടന രൂപീകരിക്കാനുള്ള ഭരണഘടനാവകാശത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. 47 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗത്വം ഘടന പുനഃസംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായില്ല. സായുധ സേന അംഗങ്ങളുടെ മൗലികാവകാശത്തിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്നും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. കേസിൽ വിധി വരുന്നത് വരെ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇക്കഴിഞ്ഞ 27-നായിരുന്നു ആഭ്യന്തര വകുപ്പ് കേരള പോലീസ് അസോസിയേഷൻ അംഗത്വ ഘടന പുനഃസംഘടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് അസോസിയേഷൻ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് സംഘടനയുടെ ഘടനാ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയതിന് പിന്നാലെയായിരുന്നു DGPയുടെ നടപടിയും. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷൻ, സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നിലവിലെ ഭരണസമിതികളിലാണ് പിരിച്ചുവിട്ടത്. അഡ്ഹോക് കമ്മിറ്റിയെ പുതിയ ഭരണസമിതിയായും അംഗത്വം രൂപീകരിക്കുന്നതിന് വേണ്ടി DGP ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെയായിരുന്നു ഈ അസോസിയേഷൻ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത്. അതിനായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഉത്തരവ്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പോലീസ് അസോസിയേഷൻ പുനഃസംഘടിപ്പിച്ച ആഭ്യന്തര വകുപ്പ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേസ് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികം എന്തായാലും സിംഗിൾ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് സിംഗിൾ ബെഞ്ച് ഈ നീക്കം, അതായത് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം നടപടി സ്റ്റേ ചെയ്തത്. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അസോസിയേഷൻ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുക? ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യമുണ്ട്, അതായത് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇത്. ഇത്തരം വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അത് ഭരണഘടനാപരമായി ഇത്തരം ഒരു സംഘടനകൾ, സർവീസ് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് തന്നെ, അതായത് പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഉണ്ട്, അതിനപ്പുറം എന്തിനാണ് കൂടുതൽ സംഘടനകളുടെ ആവശ്യം? അതിൽ പലപ്പോഴും രാഷ്ട്രീയപരമായ ഇടപെടൽ അടക്കം നടക്കുന്നുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം ഇനി ഈ കേസിൽ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് കരുതാമോ നവമി? ടോം, അങ്ങനെ തന്നെ കരുതാം. കാരണം എന്തായാലും ഇങ്ങനെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും സർക്കാരിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഈ സംഘടന രൂപീകരിക്കാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാണെന്നുമാണ് ഈ പോലീസ് അസോസിയേഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. 47 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗത്വ ഘടന പുനഃസംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല എന്നും കൂടിയായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായ വാദം കേട്ടിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ ഇതിന്റെ വ്യക്തത, എന്തിനാണ് ഇപ്പോൾ ഇത് പുനഃസംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പുനഃസംഘടന അത് എന്തിനാണെന്ന് വ്യക്തമാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ സർക്കാർ ഒരു വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം ഈ അസോസിയേഷൻ അംഗങ്ങൾക്കും ഈ ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാകും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.